Hi friends, welcome back to Didi's Kitchen. ഞാൻ ഹസീന and this is my style of cooking. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഫുള്ള് ആവോലി മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വരഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു 15 ഉണക്കമുളക്, വറ്റൽമുളക്, പിരിയൻ മുളക് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വേറെ നമ്മൾ സ്പൈസി ആയിട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ മുളക് മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ ഒരു കുടം ഫുള്ള് നമ്മുടെ വെളുത്തുള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 കഷ്ണം ഇഞ്ചി, പിന്നെ ചുവന്നുള്ളി ഒരു 2 എണ്ണം മതിയാവും. അത് അരപ്പിന് വേറെ വേണം. പിന്നെ അതുപോലെ ഇത് ഫ്രൈ ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വട്ടത്തിലരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നാരങ്ങ വേണം, കറിവേപ്പില വേണം, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പോൾ ഇത് ഒരു ഇച്ചിരി എരിവും പുളിയൊക്കെ ഉള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഇത് പൊള്ളിച്ചെടുക്കുകയൊന്നുമല്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്. ഈ അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് ഈ മുളകുണ്ടല്ലോ, അത് ഞാൻ കഴുകി വെച്ചിരുന്നതാണ്. കഴുകി ഒരിത്തിരി നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മുളകാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ഒരു മിക്സഡ് ജാറിലിട്ട് കൊടുക്കാം. കൂടെ ഈ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അതുപോലെ ചുവന്നുള്ളി, പിന്നെ ഞാനിവിടെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പ് ഞാൻ ലേശം ചേർക്കുന്നുണ്ട്. നമുക്ക് അരച്ച് കഴിഞ്ഞ ശേഷം നമുക്കിതിലോട്ട് ഉപ്പ് വേണമെങ്കിൽ കൂട്ടി ചേർക്കാം. ഓക്കെ. ഉലുവയും ജീരകവും വറുത്ത് വെച്ചതാണ്. ഇതൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ. വെറും ഉലുവ മാത്രം അല്ലെങ്കിൽ ഉലുവ പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ഉലുവയും ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർക്കുന്നത് കേട്ടോ. വറുത്തതാണ് ചേർക്കുന്നത്, അത് പൊടിച്ചിട്ടില്ല. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഈ അരപ്പിൻ്റെ കൂടെ അരച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഓക്കെ. ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതുപോലെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിലോട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ നേരത്തെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ലേശം ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഞാൻ അരച്ചെടുക്കാം. ഓക്കെ. ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഒരു 25 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ വേണം, എങ്കിലേ ഇതൊരു നല്ല ടേസ്റ്റിൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റൂ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷ് ഒന്ന് ഈ ഓയിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിതിൽ ബാക്കി അരപ്പ് വന്നിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫിഷ് 2 വശവും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫിഷ് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണയ്ക്കൊന്ന് അപ്പോൾ നമ്മുടെ ഫിഷ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഓക്കെ. അപ്പോൾ
നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്ത ശേഷം നമ്മുടെ ഓയിൽ ബാക്കിയായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഈ ഫ്രഷ് കറിവേപ്പില ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് ഈ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കറിവേപ്പിലയൊക്കെ നല്ലപോലെ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ചുവന്നുള്ളി ഒത്തിരി നല്ല ബ്രൗൺ കളറായിട്ടൊന്നും മൊരിയണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ അരപ്പ് ബാക്കിയായിരുന്നില്ലേ, നമ്മുടെ ഫിഷിൽ ചേർത്ത് വെച്ചിട്ടായിരുന്ന അരപ്പാണ്, അത് നമുക്കൊന്ന് ഈ എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. ഇത് മൊത്തമായിട്ട് നമുക്ക് ഈ എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കടന്നിട്ട് നമ്മുടെ ഈ അരപ്പുണ്ടല്ലോ ഒന്ന് മൂത്ത് വരട്ടെ. ഓക്കെ, അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഈ അരപ്പിൽ ഒരു അരമുറി നാരങ്ങ നീരുണ്ടല്ലോ ഒന്ന് ചേർക്കുന്നുണ്ട്. ഓക്കെ, നാരങ്ങ നീര് കൂടുതൽ ചേർക്കരുത്. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇച്ചിരി ഒരു പുളിപ്പ് അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ ഈ ഫിഷ് മസാല ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല കഴുകി അരച്ചെടുത്ത മുളകിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതും നമ്മുടെ ചുവന്നുള്ളിയും പിന്നെ നമ്മുടെ അരപ്പും ഒക്കെ എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത് മസാല റെഡിയാണ്. ഇതിലോട്ട് ഞാൻ ഫിഷ് ഒന്ന് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മസാല ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലോട്ട് ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി നമുക്ക് ഈ മസാല നമുക്കിതിൻ്റെ മുകളിലോട്ട് ചെറുതായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒത്തിരി ഫുള്ളായിട്ട് ഇടണ്ട, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഈ മസാല ഈ ഫിഷ് ഇതിൽ കിടക്കട്ടെ, ഈ മസാലയിൽ ഒന്ന് ഡിപ്പായി കിടക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്കിതൊന്ന് ചൂടോട് തന്നെ സെർവ് ചെയ്യണം. ഓക്കെ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ലൊരു ഫിഷിൻ്റെ നല്ല സ്മെല്ലാണ്. ഫ്രഷ് ആവൂല ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ നല്ല ഫ്ലേവറൊക്കെയാണ് ഇതിന് ഈ ഒരു ഫിഷിൻ്റെ. അപ്പോൾ ഞാനിനി ഇതൊന്ന് ഒരു മിനിറ്റ് വെച്ചിട്ട് ഞാനിതൊന്ന് സെർവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഷ് നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ മസാല ഉണ്ടല്ലോ ഇതൊന്ന് ഇതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി ആൻഡ് ടേസ്റ്റി നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഫിഷ് മസാല ഫ്രൈ എന്ന് പറയാം. അപ്പോൾ ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കണ്ടോ, നല്ല മോയ്സ്ചറായിട്ടുള്ള നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റാണ്. നല്ല എരിവും പുളിയും നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർത്തുകൊണ്ട് കറക്റ്റ് പുളിപ്പൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പിലയുടെ വെളിച്ചെണ്ണയുടെയൊക്കെ ചുവന്നുള്ളിയുടെയൊക്കെ നല്ല ഫ്ലേവർ കൂടി വന്നപ്പോൾ നമ്മുടെ ഫിഷ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് ഫ്രൈ. എന്നിട്ട് നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു കിടിലൻ റെസിപ്പി ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.